സത്യത്തിൽ എന്താ ഇയാളുടെ പ്രശ്നം എന്താ? എന്റെ പൊന്ന് സാറേ, ഇങ്ങേരുണ്ടല്ലോ വെളുപ്പാങ്കാലം 4 മണിക്ക് തുടങ്ങും. ഉള്ള സകല പെണ്ണുങ്ങളായിട്ട് വീഡിയോ കോളിംഗ് ആണ്. അത് 4 മണിക്ക് രാവിലെ. വീഡിയോ കോളോ? സാറേ എന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു ദൈവഭക്തനാണ്. ഞാൻ ഒന്നാമത് തന്നെ സസ്യബുക്കാണ്. സാറേ, ഭഗവാനോട് ആരെങ്കിലും ഐ മിസ് യു ഡാർലിംഗ്, ഉമ്മ, ചക്കര എങ്ങനെയെങ്കിലും പറയോ? അത് മാത്രല്ല, വിളിക്കുമ്പോ ചോദിക്കാണ്, നീ എന്താടാ, എന്താ എന്താ ഇതൊക്കെ ആരെങ്കിലും ഭഗവാനോട് ചോദിക്കൂ സാറേ. സാറേ, ഇങ്ങനെ ഒരു പണിയും എടുക്കത്തില്ല സാറേ. കറിയിൽ കുറച്ച് തേങ്ങ ഇടാൻ വേണ്ടിട്ട് തെങ്ങ കയറാൻ പറഞ്ഞ തെങ്ങ കയറത്തില്ല. ഒരു മാങ്ങ എടുക്കാൻ വേണ്ടിട്ട് മാവേ കയറാൻ പറഞ്ഞ മാവേ കയറത്തില്ല. എനിക്ക് ചക്ക എന്ത് ഇഷ്ടമാണെന്നറിയോ? ആ പ്ലാവയിലൊന്ന് കയറാൻ പറഞ്ഞ പ്ലാവയിലും കയറത്തില്ല സാറേ. പക്ഷെ എന്റെ ഉത്തം സിംഗ് ഉണ്ടല്ലോ, പ്ലാവേ കയറിയിട്ട് ചക്ക ഇട്ടിട്ട് അവിടുന്ന് നേരെ മാവയിലോട്ട് ചാടും, അവിടുന്ന് നേരെ തെങ്ങിലോട്ട് ചാടും. അങ്ങനെ എല്ലാ മരത്തിലും ചാടി കയറിയിട്ടേ ഇങ്ങോട്ട് ഇറങ്ങത്തുള്ളൂ. കേട്ടോ സാറേ, അപ്പൊ വേണ്ടത് ഭർത്താവിനെയാണോ? അല്ല, ഒരു കുരങ്ങനെ. അതിനെന്നെ കിട്ടത്തില്ല, അറിയോ? ഇവര് തമ്മിൽ എങ്ങനെയായിരുന്നു ബന്ധം? സാറേ, ഞാൻ പറയാം. ഞാൻ ഈ ചേട്ടന്റെ വീട്ടിൽ പാല് കറക്കാൻ പോയതാ. പോയി പാല് കറന്നിട്ട് വരുമ്പോ ചേച്ചി മൊബൈലുമായിട്ട് വരും. ഇപ്പൊ മൊബൈൽ പുതിയ ആപ്പ് ഉണ്ടല്ലോ, ക്ലിങ്ങാ പ്ലിങ്ങ. ഞാനും ചേച്ചിയും കൂടി സ്ഥിരമായിട്ട് ക്ലിങ്ങാ പ്ലിങ്ങ ചെയ്യും. സാറേ ഒന്ന് ചോദിക്കും സാറേ, എന്റെ ക്ലിങ്ങ പ്ലിങ്ങയ്ക്ക് എന്താ സാറേ കുഴപ്പം? സാറേ, അതിനാണ് ഈ സാഹിത്യം പറയേണ്ടത് സാറേ. നമ്മൾ അഭയുള്ള ബന്ധമുണ്ട്. അപ്ഡേറ്റ് ആവണം കുറച്ചൊക്കെ. നീ ഒരു ക്ലിങ്ങ പ്ലിങ്ങ എടുത്ത് വയ്ക്കണം. സെക്രട്ടറി ഉണ്ടോ അവിടെ? ഇല്ല, പുറത്തുപോയി. എപ്പോഴാ വരിക? അയ്യോ, അത് പോയ ആൾക്കല്ലേ അറിയുള്ളൂ. എന്താ വേണ്ടേ? എന്റെ ഭാര്യയുടെ പേര് മാറ്റി തരണം. ആരുടെ ഭാര്യയുടെ? എന്റെ ഭാര്യയുടെ. തനിക്കിത് ഏത് ഓഫീസ് അറിയോ? പഞ്ചായത്ത് ഓഫീസ്. ആ, അപ്പൊ അതറിയാം. പഞ്ചായത്ത് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരെന്താ ഭാര്യയുടെ പേര് മാറ്റായിരിക്കും ഇവിടെ? അതൊന്നും എനിക്ക് അറിയില്ല. നിങ്ങൾ എന്റെ ഭാര്യയുടെ പേര് മാറ്റി തരണം. തന്റെ ഭാര്യയുടെ പേരെന്താ? എന്റെ ഭാര്യയുടെ പേര് സ്വർണ്ണലത. അതിനി നയൻതാരാന്നോ കരീന കപൂർന്നോ ഒറ്റ ആക്കണായിരിക്കും അല്ലേ? നയൻതാരാന്നും കരിഞ്ഞ കപൂർന്നും ആക്കട്ടാ. എന്റെ ഭാര്യയുടെ പേര് സ്വർണ്ണലത എന്നാണ്. അത് അതേമാതിരി തന്നെ ആക്കി തന്നാ മതി. താൻ ആള് കൊള്ളാലോ. തന്റെ ഭാര്യയുടെ പേര് സ്വർണ്ണലത, അത് പിന്നെയും മാറ്റേണ്ടത് സ്വർണ്ണലതാന്ന്. തനിക്ക് വല്ല അസുഖമുണ്ടോ? അല്ല, നിങ്ങൾക്ക് വല്ല അസുഖമുണ്ടോ? ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ അടുത്ത്. ഇവിടെ ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് തരുമ്പോ തന്നെ എന്റെ ഭാര്യയുടെ പേര് തെറ്റി എഴുതിയിട്ടാണ് തന്നിരിക്കുന്നത്. അത് നിങ്ങൾ ശരിയാക്കിയിട്ട് സ്വർണ്ണലതാക്കി തരും. അങ്ങനെ അപ്പൊ അങ്ങനെ പറയണ്ടേ? അല്ലാതെ ഇവിടെ വന്നിട്ട് ഭാര്യനെ മാറ്റണം എന്നൊക്കെ പറഞ്ഞ ഞാൻ എന്താ വിചാരിക്കുക? സർട്ടിഫിക്കറ്റ് അതെ, എന്റെ ഒറിജിനൽ ഭാര്യ ഈ സർട്ടിഫിക്കറ്റിൽ പേര് മാറി കിടക്കുന്നത് കണ്ടിട്ടില്ല. കണ്ട ആകെ പ്രശ്നമാവും. അപ്പൊ തനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഭാര്യ ഉണ്ടെന്നാ? എന്താ നിങ്ങൾ പറഞ്ഞു? താൻ ആള് കൊള്ളാലോ. ഞാൻ ശരിയാക്കി തരാട്ടോ. ഇത് വെച്ചോ. ഇതെന്താ? എന്റെ മൊബൈൽ നമ്പറാ. അതെ, എനിക്ക് എന്റെ ഭാര്യയുടെ പേര് മാറ്റിയാൽ മതി. വേറെ ഭാര്യ ഒന്നും വേണ്ട. ഇതെന്തിനാ നിങ്ങളുടെ മൊബൈൽ നമ്പർ? എനിക്ക് തനിക്ക് തന്റെ ഭാര്യയുടെ പേര് മാറ്റണോ? മാറ്റണം. അതിന് നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്തിനാണ്? അപ്പൊ അതിലേക്ക് ഒരു 250 രൂപയ്ക്ക് റീചാർജ് ചെയ്യോ. അപ്പോഴേക്കും ഞാൻ ഇതൊക്കെ ഒന്ന് പഠിക്കട്ടെ. എന്താ പറഞ്ഞത്? ഇവരുടെ മൊബൈലിലേക്ക് ഞാൻ എന്തിനാ ചാർജ് ചെയ്യണം ഇവർക്ക് പഠിക്കാനായി? ഓ, രാവിലെ തന്നെ എഴുന്നള്ളി. മക്കളെ, ആ മക്കള് വന്നാണ്. ഒന്നുകൂടെ ഒന്ന് തിരിഞ്ഞു വന്നാണ് മോളെ. അവിടെ നിന്ന് ഒന്നുകൂടെ തിരിഞ്ഞു വന്നാണ് മോള്. തിരിഞ്ഞു വന്നാണ്. നോക്കട്ടെ. കറക്റ്റ് മഞ്ജു വാര്യർ വരും പോലെ തന്നെ. ഇതെന്താണ്? ചൈനയിലെ ദേവി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടത്. അല്ല, രാവിലെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മക്കളെ, ഇത്തിരി വെള്ളം എടുത്തോണ്ട് വരുമോ മന്നാരി? ഓ, എന്തോന്ന് വെള്ളം വേണം? കറക്റ്റ്. എന്ത്? സിനിമാ നടി പാർവതി പറയുന്ന അതേ. ചൂടല്ലേ? കൂൾ ഡ്രിങ്ക്സ് തന്നെ കൊണ്ടുവരാം. കൂൾ ഡ്രിങ്ക്സ് മഞ്ജു വാര്യർ ചെല്ലി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അവള് കറക്റ്റ് മഞ്ജു വാര്യർ ഇരിക്കുവാണോ? ആരവളാ? മഞ്ജു വാര്യർ കേക്കല്ല, ആരിച്ചു. അത് ഞാൻ അങ്ങോട്ട് പറയാനിരുന്ന. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു പാർവതിയുടെ സൗണ്ട് എന്ന് പറഞ്ഞില്ലേ, ഈ ടാറും പാട്ടയിൽ ഇങ്ങനെ ഒരക്കണ ശബ്ദം. എവിടെ നിന്ന് കിട്ടിയിടന്ന് എനിക്ക് മരുമോളെ. ഞാൻ ആരാന്ന്? അപ്പൊ നല്ല പാർവതിയുടെ ഞാൻ ആരാന്ന്? നയൻതാര. അല്ല, നയൻതാര. നിങ്ങൾക്ക് വെള്ളം വേണം അല്ലേ? വെള്ളം വേണ്ടേ? വേണം. അയ്യോ, പരിപാടി. ഓ, എന്റെ ചേട്ടാ, പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങ്. ഓ, കിടന്ന് ചാടാതി. എന്താടി? ഓ, എവിടെ ചെണ്ടക്കോലിട്ടാലും അവിടെ എല്ലാം മുൻപന്തി നിന്നോ ചാടി ചാടി കേട്ടോ. എടി, എനിക്ക് നാടകം പേക്കൂത്തൊന്നും കാണണ്ട. എനിക്ക് ഈ ഉറക്കം നിൽക്കാൻ വയ്യെന്ന്. നിങ്ങൾക്ക് ഒരു ദിവസങ്ങളും ഉറക്കം നിൽക്കാൻ വയ്യ. അപ്പുറത്താ രമയുടെ ഭർത്താവ് പാതിരാത്രിക്ക് എന്നും ഉറക്കത്തിലിട്ട് നടക്കുന്നില്ലേ? എടി, അതൊരു അസുഖമാടി. അത് 2 ദിവസം കൊണ്ട് നിന്ന്. അതെങ്ങനെ? അവന്റെ ഭാര്യയുടെ അനിയത്തിയെ ജോലി കിട്ടി ബാംഗ്ലൂരിൽ പോയി.
നീ വരുന്നെങ്കി വാ. നീ പിന്നെ കിടന്ന് പേടിച്ച് ഇവിടെ കിടന്ന് നിലവിളിക്കരുത്. ആർക്കാ പേടി? എനിക്കോ? നിങ്ങൾ എന്നെ പെണ്ണാണോ വന്നപ്പോ എത്ര പേരാ വന്നത്? ഞാനും എന്റെ 12 കൂട്ടുകാരും. ആ ഈ 13 പേരുടെ മുന്നിലേക്ക് ചായയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്കല്ലേ വന്നത്. അപ്പൊ ആർക്കാ പേടി? നിങ്ങൾക്കാണോ അതോ എനിക്കാണോ? അപ്പൊ കൂടുതൽ ഇങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട. വരുന്നെങ്കി വാ. അവിടെ നിന്നേ, നിങ്ങളൊന്ന് കുളിച്ചില്ലേ? ഇല്ല, കുളിച്ചില്ല. എന്താ ചന്ദ്രക്കുളി തൊട്ടിട്ടുണ്ടല്ലോ. സത്യം പറ മനുഷ്യ, നിങ്ങൾ എത്ര ദിവസമായി കുളിച്ചിട്ട്? അതായത് നീ കുളിച്ചെന്റെ പിറ്റേ ദിവസം ഞാൻ കുളിച്ചതാ. അപ്പൊ 1.5 മാസമായോ നിങ്ങൾ കുളിച്ചിട്ട്? നിങ്ങൾ പോയി കുളിച്ചിട്ട് വന്നേ. അതിരിക്കട്ടെ, ഈ എന്താ ഈ നാടകത്തിന്റെ പേര്? വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ. ഹലോ അടുത്ത വെല്ലിന് നാടകം ആരംഭിക്കുന്നു. 6-7 വർഷമായി നാടകം കണ്ടിട്ട്. കിടിലൻ നാടകമായിരുന്നു. ഞാൻ ചിരിച്ചിരിച്ച് മണ്ണ് തപ്പി. അയ്യോ, ആ മണ്ണ് കളയല്ലേ ഏട്ടാ. നമുക്ക് ആ ചീരയുടെ വഴക്കിടാം. അയ്യോ, ഒരു കാര്യം ചെയ്യ്. ഞാനൊന്ന് അത്യാവശ്യമായിട്ടൊന്നും ബാത്റൂമിൽ പോട്ടെ. നീ ഒന്നൊരു കാപ്പി ഇട് കേട്ടോ. ചേട്ടാ, വെള്ളം കോരുമ്പോഴേ 2 കൂട്ടി ഇതിലൊഴിച്ചു വെക്കണേ.